SSC Challengersന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2025 CGL ടയർ 1ന് ചോദിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള എക്സാംസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒട്ടും ഡിലേ ആക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. First question. A toy manufacturer produced 1,200 toy cars at a total cost of rupees 90,000. He donated 200 cars to a charity event. For the rest, he announced a 10% discount on the market price of rupees 120 per car. He also offered 2 toy cars free for every 8 toy cars purchased. If all 1,200 toy cars were distributed, what is his overall gain or loss percentage? അപ്പോൾ ഒരു ടോയ് മാനുഫാക്ചറർ 1,200 ടോയ് കാർസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് 90,000 പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ 200 കാർ ചാരിറ്റി ഇവന്റ് ഡൊണേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് 1,000 കാർസ് അല്ലെ, 1,200 200 കാർസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 കാർ. അപ്പം ബാക്കിയുള്ള ഫോർ റെസ്റ്റ് ഓഫ് ദ കാർസിന് 10% ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തു. അറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 120 രൂപ പെർ കാർ. അതുപോലെ തന്നെ 8 കാർ പർച്ചേസ് ചെയ്യുമ്പോൾ 2 കാർ ഫ്രീ എന്ന രീതിയിൽ ഓഫറും കൊടുത്തു. 1,200 ടോയ് കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ എത്രയാണ് ഓവറോൾ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1,200 നമുക്കറിയാം 200 കാർ ചാരിറ്റി ഇവന്റിന് പോയി. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1000 ആയിരിക്കും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹90. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം 120 ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നിരിക്കുന്ന ഓഫർ 2 ടോയ് കാർസ് ഫോർ എവറി 8 കാർസ്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ടോയ് കാർസ് ആണ്. എത്ര എണ്ണം മേടിക്കുമ്പോഴാണ്? 10 എണ്ണം മേടിക്കുമ്പോൾ അല്ലേ. അതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് 20%. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? 120 ആണ് മാർക്കറ്റ് പ്രൈസ്. അതിന് ആദ്യമേ 10% ഡിസ്കൗണ്ട്. അപ്പൊ അതായത് 9/10 അല്ലെ 90/100. അതുപോലെ തന്നെ 20% ഡിസ്കൗണ്ട് വരുന്നു. അതെന്ന് പറയുന്നത് 80/100. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു 12 times 72/10. 86.4 rupees ആയിരിക്കും സെല്ലിംഗ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് 90 ആണ്, സെല്ലിംഗ് പ്രൈസ് 86.4 ആണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ലോസ് ആണ്. അപ്പൊ പ്രോഫിറ്റിന്റെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. രണ്ട് ലോസ് ആണല്ലോ, 4% 5%. സോ ലോസ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു 90 minus 86.4 എന്ന് പറയുന്നത് 3.6 ആണ്. 3.6/90 times 100 is equal to 36/9 is equal to 4% ലോസ് ആയിരിക്കും എൻ്റെ ആൻസർ. A retailer marks an air conditioner 80% above its cost price. അതിനുശേഷം 25% ആ മാർക്കറ്റ് പ്രൈസിൽ 25% ഫസ്റ്റ് ഡിസ്കൗണ്ട് റീറ്റെയിലർ ഓഫർ ചെയ്തു. ഒരു ഫെസ്റ്റീവ് ഓഫർ എന്ന നിലയ്ക്ക് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫ് 10% കൂടെ അപ്ലൈ ചെയ്തു. ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്ന പ്രൈസിൽ വീണ്ടും ഒരു 10% അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫർ. ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15,552 ആണെങ്കിൽ വാട്ട് ഇസ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ എയർ കണ്ടീഷണർ? നമുക്കറിയാം എയർ കണ്ടീഷണർ കോസ്റ്റ് പ്രൈസിനേക്കാളും മാർക്കറ്റ് പ്രൈസ് എത്ര എടുത്തിരിക്കുന്ന 180 ആയി അല്ലെ, 80% കൂടുതൽ എടുത്തു. ഫസ്റ്റ് ഡിസ്കൗണ്ട് 25% ആണ്. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. അപ്പം 3/4 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഡിസ്കൗണ്ട് 1/10. സോ എത്ര വരും? 9/10. ഇതെന്ന് പറയുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസ് 15,552. അപ്പൊ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. -3 18. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 times 4 times 100 is equal to 12,800 rupees. ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്.
A fruit seller sells apples at a loss of 5% on the cost price. അതായത് 100 രൂപയാണെങ്കിൽ 5% loss എന്ന് പറയുമ്പോൾ 90. But uses a weight that is 20% less than the actual weight. അതായത് 100 ആണെങ്കിൽ 80 ആയി. So what to find his total profit percentage എത്രയാണ്? So ഇവിടെ difference എത്രയാണ്? 15 ആണ്. So profit percentage is equal to 15 by 80 times 75 by 4 is equal to 18.75% ആയിരിക്കും. Option D ആയിരിക്കും correct. Next question, the profit made on an item sold for rupees 2,200 is equal to the loss incurred when it is sold for rupees 1,080. What will be the profit or loss percentage if the item is sold for rupees 2,000? അപ്പം ഒരു സാധനം 2200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1800 രൂപയ്ക്ക് ആ സാധനം വിൽക്കുമ്പോൾ ഉള്ള ലോസിന് ഈക്വൽ. അപ്പൊ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലെ? സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കൂടുതൽ. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആദ്യത്തെ 2200 മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇതെന്ന് പറയുന്നത് ലോസ് ഈക്വൽ ടു എന്താണ്? 1800 രൂപയ്ക്ക് വിൽക്കും. അപ്പൊ ലോസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ്, സോ നമ്മൾ ഇത് 1800നെ നമ്മൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് 4000 ആകും. ഇസ് ഈക്വൽ ടു 2 CP. CP എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000 rupees ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റ് ദ ഐറ്റം is sold for 2050. So selling price 2050. So profit ആയിരിക്കും, profit percentage is equal to 50 by 2000 times 100 is equal to 2.5% profit. Option C ആയിരിക്കും correct. A mobile phone retailer sells a phone for rupees P and earns a profit of 20%. For a special festive offer, he marks the same phone at rupees 1.5p. At the offer, he provides a discount of 10%. What will be the percentage profit that he will make during the festival? So, ഞാൻ cost price ഞാൻ 100 എന്ന്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 20% ആണ് അല്ലെ? അപ്പൊ അത് 120 rupees ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. നെക്സ്റ്റ് പറയുന്നത് മാർക്ക് ചെയ്തത് എന്താണ്? 1.5p യിലാണ്. അതായത് മാർക്ക് പ്രൈസ് ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് പി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 120 ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ 120 ആണ്. സോ 1.5 ടൈംസ് 120 ഈസ് ഈക്വൽ ടു rupees 180. What will be the percentage? അതിനുശേഷം ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് 10%. What will be the percentage profit that he will make during the festival? So selling price എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസിൽ പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് ആണ്. അതായത് ഇതിന്റെ 90 by rupees 162. ഇനി എത്രയായിരിക്കും പെർസെന്റേജ് പ്രോഫിറ്റ്? അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 162 ആണ്. സോ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയായിരിക്കും? 162 മൈനസ് 100, അതായത് 62%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഒരു ഷോപ്പ് കീപ്പർ ഒരു ഐറ്റം 25% എബവ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് മാർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലെറ്റ് കോസ്റ്റ് പ്രൈസ് ഞാൻ 100 എന്ന്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? 25% കൂടുതലായിരിക്കും, അതായത് 120. ഇനി സെയിൽ നടന്നപ്പോൾ 10% ഡിസ്കൗണ്ട് ആണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ടും കൂടെ കുറയ്ക്കണം. അപ്പം 90 by 100 വരും. ഈക്വൽ ടു 120. 45 times 5 225 by 2 is equal to 112.5 rupees ആയിരിക്കും. സോ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 12.5%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഒരു ഷോപ്പ് കീപ്പർ കോസ്റ്റ് പ്രൈസിനേക്കാളും 60% എബോ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മാർക്ക് ചെയ്തു. 25% ഡിസ്കൗണ്ട് കൊടുത്തു. അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫ് 115 കൊടുത്തു. അതിനുശേഷവും കോസ്റ്റ് പ്രൈസിനേക്കാളും 14% പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസിനെ ഞാൻ 100 എന്നെടുത്തു.
മാർക്കറ്റ് പ്രൈസ് അപ്പം 60% കൂടുതലായതുകൊണ്ട് തന്നെ 160 വന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? He allows a discount of 25% of the market price. He also gives an additional cash discount of rupees 150. Still makes a profit of 14% on the discount എന്നാണ് പറയുന്നത്. അപ്പം still makes എന്ന് പറയുമ്പോൾ 140 അല്ലെ, അതാണ് പ്രോഫിറ്റ്. സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 14% 114. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും വരുന്നത്? 160. 25% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1/4 അല്ലെ 3/4 equal to 120. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 120. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 114 ആണ് വിറ്റത്, സെല്ലിംഗ് പ്രൈസ് 120. സോ ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6. ഈ 6 ആണ് നമുക്ക് 150 എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. സോ 150 by 6 times 100 ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. എത്ര വരും? റുപ്പീസ് 2005. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A vendor sold 15 toys for rupees 3000 and gained a profit of 25%. How many toys should he sell for rupees 2816 to make a profit of 10%? Profit of 25% എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 5. ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത് 1 ടോയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3000 over 15 ആയിരിക്കും, ഈക്വൽ ടു 200 rupees. അതായത് 5 എന്ന് പറയുന്നത് 200 ആണ്, ടൈംസ് 40 ആകുമ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ ഇവിടെ എത്ര വരും? ടൈംസ് 40 ആകുമ്പോൾ 160 rupees ആയിരിക്കും. അപ്പൊ അതായിരിക്കും ഒരു ടോയുടെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ 160 ടൈംസ് എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എത്ര ടോയ്സ് ആണെന്നുള്ളത്, കണ്ടുപിടിക്കണം. ടൈംസ് എന്താണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%, അതായത് 110 by 100 അല്ലെങ്കിൽ 11 by 10 എന്ന് പറയുന്നത് എത്ര? 2816. ക്യാൻസൽ ചെയ്തു. 11 ടൈംസ് വരുമ്പോൾ 222 വരും. എക്സ് നമുക്ക് എത്ര വരും? എക്സ് ഈക്വൽ ടു 256 by 16 എന്ന് പറയുന്നത് 16. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A trader sells one brand of tea at rupees 150 per kg, incurring a loss of 25%. നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എഴുതാം. അപ്പൊ 1/4 ലോസ് ആണ് അല്ലെ, 150 റുപ്പീസിനാണ് വിൽക്കുന്നതെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 1/4 ആണ്, 4 കോസ്റ്റ് പ്രൈസ്, 3 ആണ് സെല്ലിംഗ് പ്രൈസ്. സോ ഇത് എത്ര വരും? 200. ആദ്യത്തെ. രണ്ടാമത്തേത് സെൽസ് എ ബ്രാൻഡ് ഫോർ rupees 200, incurring loss of 20%. 20% എന്ന് പറയുമ്പോൾ 1/4. ഇപ്പൊ 200 ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 250 ആയിരിക്കും അതിന്റെ കോസ്റ്റ് പ്രൈസ്. ഇനി ഇത് രണ്ടും 2 ബ്രാൻഡ്സും ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തു. സെൽസ് ദ മിക്സ്ചർ അറ്റ് rupees 175 per kg. സോ നമുക്കറിയാം കോസ്റ്റ് പ്രൈസിന്റെ സമ്മ എത്രയായിരിക്കും? 450. സോ 450 കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 175 ടൈംസ് 2. സോ 450 and 350 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 9:2. ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 9 കോസ്റ്റ് പ്രൈസുമാണ്, 7 സെല്ലിംഗ് പ്രൈസുമാണ്. സോ 2/9 ടൈംസ് 100 ഈക്വൽ ടു 22.22% ആണ് ലോസ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. An antique dealer sold 3 items A, B, C with the selling price in the ratio 4:5:6. He suffered a loss of 10% on item A, made a profit of 50% on item B, and broke even. അതായത് പ്രോഫിറ്റും ലോസും ഇല്ല തേർഡ് ഐറ്റം. So what is his approximate percentage gain or loss in overall? നമുക്ക് എഴുതാം കോസ്റ്റ് പ്രൈസ് അതുപോലെ സെല്ലിംഗ്. ഫസ്റ്റ് വണ്ണിൻ്റെത് 4:4 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതിൽ ലോസ് ആണ് സംഭവിച്ചത് അല്ലെ. ലോസ് 10% അല്ലെ, 1/10. 10 ആവുമ്പം 9 ആണ്, പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 4 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ അതിനർത്ഥം കോസ്റ്റ് പ്രൈസ് എത്ര വരും? 40/9 വരും, സെല്ലിംഗ് പ്രൈസ് 4. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റിൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1/2, അതായത് 2 ആണെങ്കിൽ 3 ആയിരിക്കും പ്രോഫിറ്റ്. അപ്പൊ 3 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. സോ ഇത് എത്ര വരും? 10/3.
നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തേന് ആയിട്ടൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പൊ 6 ആണെങ്കിൽ 6 തന്നെയായിരിക്കും അതിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് സെയിം തന്നെയാണ്, ഡിഫറൻസ് ഇല്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്നെണ്ണത്തിന്റെയും കൂടെ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പം ഇതിനെ നമുക്ക് ആദ്യമേ 9 വെച്ച് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രാക്ഷൻസിനെ എല്ലാം കുറച്ചൊന്ന് ഹോൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ ടോട്ടലി ഞാൻ അതിലെല്ലാത്തിനെയും ഒരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 40 വരും, 36, 30, 45, 54, 54. So cost price സം ചെയ്യുമ്പം 124, സെല്ലിംഗ് പ്രൈസ് സം ചെയ്യുമ്പം 135 വരും. സോ ഇവയുടെ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്, ഇപ്പോൾ 124 ആണ് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 135 എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 by 124 ടൈംസ് 100 ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 250, 262, 231, 225, അതായത് 275 ഡിവൈഡഡ് ബൈ 31. 9 എന്ന് പറയുമ്പോൾ 277, അപ്പോൾ 8, 248, 7, 2 വരും, 0.08, 48, 5. So 8.8, 8.8, പിന്നെ ഇവിടെ എന്ത് വരും, 8.8, അതായത് 8.8% പ്രോഫിറ്റ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ്, ഒരു ഹോൾസെയിലർ ബൈസ് എ ബാച്ച് ഓഫ് സീലിംഗ് ഫാൻസ് അറ്റ് 50% മാർക്കപ്പ് ഓവർ ദ ഫാക്ടറീസ് ബേസ് കോസ്റ്റ് സി. അപ്പം സി എന്ന് പറയുന്ന ബേസ് കോസ്റ്റിനേക്കാളും ഒരു 50% മാർക്കപ്പ്, അതായത് 3/2 അല്ലെ 150/100, അതാണ് സിംപ്ലിഫൈ ചെയ്ത് 3/2 അതായിരിക്കും ഒരു ഹോൾസെയിലർ വാങ്ങിച്ചത്. ഹി ദെൻ അലൗസ് 20% ട്രേഡ് ഡിസ്കൗണ്ട്, അതായത് 1/5 അല്ലെങ്കിൽ 4/5, 1/5 ഡിസ്കൗണ്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ട് 4/5. ദ റീറ്റെയിലർ അപ്ലൈസ് 40% മാർക്കപ്പ് ഓൺ ഹിസ് കോസ്റ്റ്. അപ്പൊ ഹോൾസെയിലർ ഇത് എന്ത് ചെയ്തു, റീറ്റെയിലർക്ക് കൊടുത്തു. അപ്പൊ റീറ്റെയിലർ എന്ത് ചെയ്തു, ഈ എമൗണ്ട് 40% മാർക്കപ്പ് ചെയ്തു. 14% എന്ന് പറയുമ്പോൾ അത് എത്ര വരും, 140/100. എന്നിട്ട് അതിനൊരു 10% ഡിസ്കൗണ്ട്, അപ്പം 90/100. കസ്റ്റമർ ഫൈനലി പേ ചെയ്യുന്നത് 18144 റുപ്പീസ് ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വരും 14, 8, 4 is equal to 5 times 24 times 100 is equal to 120 times 100 വരും, is equal to rupees 12,000. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു ബുക്ക് സെല്ലർ ഒരു നോവൽ സെല് ചെയ്യുന്നത് y എമൗണ്ടിലാണ്, മേക്സ് എ ലോസ് ഓഫ് 10%. അപ്പം സെല്ലിംഗ് പ്രൈസ് y ആണ്, 10% ലോസ് ആണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്ര വരും, 10y/9. അതിനുശേഷം ഈ ഒരു നോവലിനെ 0.8y മാർക്കപ്പ് ചെയ്തു. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 0.8y. അതിനുശേഷം ഇതിലൊരു ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 0.8y ടൈംസ് 5% ആയതുകൊണ്ട് തന്നെ 1/20, അതായത് 19/20 ആയിരിക്കും. 1/20 ഡിസ്കൗണ്ട്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 19/20 ആയിരിക്കും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 8/10 ടൈംസ് 19/20 2/4 is equal to 0.76y. ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ലോസ് ദാറ്റ് ഹി വിൽ ഇൻകർ ഓൺ ദിസ് പേയ്മെന്റ്. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഇതറിയാം, സെല്ലിംഗ് പ്രൈസ് അറിയാം. അപ്പൊ നമുക്ക്
profit percentage, sorry, loss percentage is equal to 10y by 9 minus 0.76. 0.76 നെ 76 by 100 y by എന്താണ് cost price 10y by 9 is equal to ഇത് 1000 minus 684 316 y by 900 cost price വരുമ്പോൾ 9 by 10y times 100 വരും. ഈ y ക്യാൻസൽ ആയി, 2 zeros ക്യാൻസൽ ആയി, 9 ഉം 9 ഉം ക്യാൻസൽ ആയി, is equal to എത്ര വരും? 31.6%. is equal to 31.59, 31.6%. So option D ആയിരിക്കും correct. ഒരു ആർട്ടിക്കിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 800 ആണ്. അപ്പൊ അതിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 12%. സോ മാർക്കറ്റ് പ്രൈസ് 800 ടൈംസ് 12% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 88 by 100 is equal to കോസ്റ്റ് പ്രൈസ് ടൈംസ് എന്തായിരിക്കും? ഗെയിൻസ് 108 by 100. കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. അതിൽ 100 ക്യാൻസൽ ചെയ്യാം. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 800 ടൈംസ് 88 by 108. ക്യാൻസൽ ചെയ്യാം. 244, 54, 400, 227 is equal to 00176 by 27. 17600 divided by 27 എന്ന് പറയുമ്പോൾ 27 എത്ര തവണ 140 വരും? 6 5 3 again 50 വരും. 127 3 230 എന്ന് പറയുമ്പം 8756 approximately equal to 651.8 rupees വരും. is equal to 652. നമ്മൾ റൗണ്ട് ചെയ്യാണ്. അപ്രോക്സിമേറ്റ് എമൗണ്ട് 650. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ഒരു ഷോറൂമിലോട്ട് വിറ്റു. അതിന്റെ മാർക്കറ്റ് പ്രൈസ് 25% ഡിസ്കൗണ്ട് വെച്ചിട്ടാണ്. പക്ഷെ അതിലൊരു 10% ഹാൻഡ്ലിംഗ് ഫീ, അതായത് ഡിസ്കൗണ്ട് ചെയ്ത പ്രൈസിന്റെ ഒരു 10% ഹാൻഡ്ലിംഗ് ഫീയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഈ ഷോറൂം ഈ സെറ്റ് ഒരു 4500 രൂപ, മോർ ദാൻ 4500 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഒരു 30% പ്രോഫിറ്റിന് അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചർ ഡൈനിങ് ടേബിൾ സെറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് പ്രൈസിലാണെന്നാണ് ചോദിച്ചത്. മാർക്ക്ഡ് പ്രൈസ് 100 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 75 ആണ്. പ്ലസ് എന്തായിരിക്കും? ഈ 75ന്റെ 10% കൂടെ ഹാൻഡ് ചെയ്തായിരിക്കും സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അതായത് 82.5. അപ്പൊ ഷോറൂമിന് ഇത് മേടിക്കുന്ന കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 82.5 rupees ആയിരിക്കും. അപ്പൊ അവർ വിൽക്കുന്നതോ കോസ്റ്റ് പ്രൈസ്, ഷോറൂം മേടിക്കുന്നത് 82.5 rupees. അപ്പൊ അവർക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 82.5ന്റെ 30% ആയിരിക്കും. അല്ലെ? They were earning a profit of 30%. Profit ആണ് equal to 82 by 10, 30 by 100, 0 equal to 24.7. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 4500. അപ്പൊ 24.75 എന്ന് പറയുന്നതാണ് 4500 എങ്കിൽ കണ്ടുപിടിക്കേണ്ട ഏതാണ്? വാട്ട് പ്രൈസ് ഹാഡ് ദ മാനുഫാക്ചർ മാർക്ക്, അതായത് 100 അല്ലെ? മാർക്ക് പ്രൈസ് നമ്മൾ എടുത്തിരിക്കുന്നത് 100. അപ്പൊ 100 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. So market price is equal to 4500 by 24.75 times 100.
is equal to 2475 times 100 times 100. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 520, 5, 499 വരും. 9 ആവുമ്പോൾ 500, 9 ആവുമ്പോൾ 11. ഇത് എത്ര വരും? 100 by 11 is equal to 11, 8, 1, 8, 1.8. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A dress is marked at rupees 3,500. A discount offer changes from 10% to 15%. So എത്ര എക്സ്ട്രാ ഡിസ്കൗണ്ട് ആയിരിക്കും ആ കസ്റ്റമറിന് കിട്ടും? സോ നമുക്കറിയാം 10% 15% എന്ന് പറയുമ്പോൾ 5% ചേഞ്ച് ആണുള്ളത്. സോ 3,500 × 5/100 ചെയ്ത് കഴിഞ്ഞാൽ 175 rupees. സോ അതായിരിക്കും എൻ്റെ ആൻസർ. ഇതല്ലാന്നാണെങ്കിൽ 3,500ന്റെ 10% ആദ്യം കണ്ടുപിടിക്കുക, അത് 350 വരും. 3,500ന്റെ 15% ആദ്യം കണ്ടുപിടിക്കുക, അത് 525. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 175. അങ്ങനെയും കിട്ടാം, പക്ഷെ കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ബുക്ക് സെല്ലർ 10 പെൻ വിറ്റത് 300 രൂപയ്ക്കാണ്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ അയാൾക്ക് 4 പേനയുടെ കോസ്റ്റ് പ്രൈസ് ലോസ് ഉണ്ട്. അങ്ങനെയാണ് ലോസ് പ്ലസ്. അതായത് 10 ബുക്ക് വിറ്റപ്പോൾ ഉണ്ടായ ലോസ് 10 CP മൈനസ് 10 SP എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 4 CPയുടെ കോസ്റ്റ്. നമുക്ക് ഒരു സൈഡിലോട്ട് കൊണ്ടുവരും. 6 CP = 10 SP എന്ന് കിട്ടും. കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10/6 അല്ലെങ്കിൽ 5/3. സോ ലോസ് പെർസെൻറ്റേജ് 2/5 times 100 is equal to എത്രയായിരിക്കും? 40%. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ്, ഒരു ഫ്രൂട്ട് സെല്ലർ 3 വെറൈറ്റി ഓഫ് മാംഗോസ് ബൈ ചെയ്തു. ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് 4 rupees 10. സെക്കൻഡ് വൺ 5 rupees 12. തേർഡ് വൺ 2 rupees 5. ഇതെല്ലാം 2:3:1 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം 3 rupees 7 എന്ന രീതിയിൽ ഇത് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കിട്ടിയ അപ്രോക്സിമേറ്റ് ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കിവിടെ എണ്ണം എല്ലാം 4, 5, 2 ആണ് അല്ലെ. നമുക്ക് അതെല്ലാം എണ്ണത്തിനെ ഒന്ന് സെയിം ആക്കാം. സെയിം ആക്കാൻ വേണ്ടി അതിന്റെ LCM എടുക്കുമ്പോൾ 4, 5, 2ന്റെ LCM 20 ആണ്. സോ ആദ്യത്തെ നമ്മൾ 20 ആകുമ്പോൾ 24 50 വരും. രണ്ടാമത്തേത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 48. മൂന്നാമത്തേത് 24 50 വരും. അത് ഏത് റേഷ്യോയിലാണ്? 2:3:1 റേഷ്യോ. ഇവരുടെ എണ്ണം എത്രയാണ് വരുന്നത്? ടോട്ടൽ 20 + 20 + 20 എന്ന് പറയുമ്പോൾ 20 times 2 അല്ലെ, 2:3:1 റേഷ്യോ ആണ് എടുക്കുന്നത്. അപ്പം നമ്പർ എന്ന് പറയുന്നത് 20 times 2 plus 20 times 3 plus 20 times 1 എന്ന് പറയുന്നത് എത്ര വരും? 120 വരും. ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് 50 + 50 + 48. ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 50 times 2. ഞാൻ റേഷ്യോയും കൂടെ മൾട്ടിപ്ലൈ ആണ്. 50 times 2. 50 times 2 എന്ന് പറയുന്നത് 100 plus 48 times 3 എന്ന് പറയുന്നത് 144 വരും. പ്ലസ് 50 times 1 എന്ന് പറയുന്നത് 50. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 294 rupees വരും. അതായത് 120 എണ്ണം 294 rupees എന്ന രീതിയിലാണ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ കാര്യത്തില് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 347 അല്ലെ. നമുക്ക് 120 ആണ് വേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൽ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ സൈഡിൽ 40 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 120ക്ക് 40 times 7 എന്ന് പറയുന്നത് 280. സോ അതിൽ പെർസെന്റേജ് സെല്ലിംഗ് പ്രൈസ് 280, കോസ്റ്റ് പ്രൈസ് 294. അപ്പൊ അവിടെ എന്ത് തന്നെയാണ്? ലോസ് പെർസെന്റേജ് ആണ് എന്ന് പറയുന്നത്. 294 280 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 by കോസ്റ്റ് പ്രൈസ് 294 times ക്യാൻസൽ ചെയ്യാം. 2721 is equal to 700 by 147.
700 divided by 147, 5, 4. 112 വരും is equal to 8, 7, 4, 91, 4.76% loss ആയിരിക്കും കിട്ടുന്നത്. A dealer sets the marked price of a television 20% higher than its cost price. The cost price in the 20% higher, അതായത് 120 by 100, gives a discount of 15%, അതായത് 85 by 100. അപ്പൊ ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 517, 520, 2625. നമുക്ക് കോസ്റ്റ് പ്രൈസ് ടൈംസ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 23210 ഈക്വൽ ടു 51 by 50 is equal to selling price, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് is equal to 50 by 51 എന്ന് കിട്ടും. ഇതിൽ പ്രോഫിറ്റ് ഒരു 300 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അപ്പൊ 1 300 ആണെങ്കിൽ 100 എത്രയായിരിക്കും? നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഡിനോട്ട് ചെയ്യുന്ന റേഷ്യോ 50 ആണ്. 50 is equal to 50 times 300 ആയിരിക്കും, is equal to rupees 15,000. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഒരു ഫ്ലവർ വെണ്ടർ ബോട്ട് 200 ഫ്ലവേഴ്സ് ഫോർ rupees 800. അതിൽ 20 ഫ്ലവേഴ്സ് വിതേർഡ് ആയി പോയി, അൺസെല്ലബിൾ. അതിനുശേഷം ബാക്കിയുള്ള റിമൈനിങ് ഫ്ലവേഴ്സ് എത്ര രൂപയ്ക്ക് വിറ്റാലാണ് ടോട്ടൽ ക്വസ്റ്റിന്റെ 30% പ്രോഫിറ്റ് കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് 200 ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് rupees 800. അത് 20 ഫ്ലവേഴ്സ് പോയി, സോ റിമൈനിങ് 200 മൈനസ് 20 എന്ന് പറയുന്നത് 180 ആയിരിക്കും. നമുക്ക് വേണ്ട 30% ടോട്ടൽ 30% പ്രോഫിറ്റ് ഫോർ ദ ടോട്ടൽ എമൗണ്ട് ആണ്. അതായത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 800 × 130% is equal to 1040. പ്രൈസ് പെർ ഫ്ലവർ പറയുന്നത് 1040 divided by 180. 529. 5.78. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. A sweet shop owner buys 10 boxes of sweets for the price of 8 boxes from a wholesaler. If he sells each box at a 2% discount on its marked price, what is his profit percentage? അപ്പോൾ ഞാനിവിടെ മാർക്ക്ഡ് പ്രൈസ് 100 എന്ന്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ബൈ ചെയ്തത് 10 ബോക്സസ് ബൈ ചെയ്ത് ഫോർ ദ പ്രൈസ് ഓഫ് 8 ബോക്സസ് ആണ്. അപ്പൊ ഞാനത് 800 rupees. ഒരെണ്ണം 100 രൂപയാണ്, 8 800 രൂപ വെച്ചാണ് ഞാൻ വാങ്ങിച്ചത്. സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് പറയുന്നത്. സെല്ല് ചെയ്തത് 2% ഡിസ്കൗണ്ട് ഓൺ മാർക്കറ്റ് പ്രൈസ്, അതായത് 100 times 98 by 100, അതായത് 98 rupees ആയിരിക്കും സെല്ലിംഗ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ബോക്സിനാണ് 98. അപ്പൊ 10 ബോക്സസിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 980. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 980 minus 800 by 800 times is equal to 180 by 8. 90 by 4, 45 by 2, അല്ലെങ്കിൽ 22.5%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. A shopkeeper marked an item 50% above its cost price. So marked price എന്ന് പറയുന്നത് 50% കൂടുതൽ, അതായത് 150 by 100 അല്ലെങ്കിൽ 3/2 times cost price ആയി. He then offered 2 successive discounts of 10% and 20% to a customer. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട്, 9/10, 20% ഡിസ്കൗണ്ട്, അതായത് 4/5 is equal to
27 CP by 25 എന്ന് വെച്ചു. If he made a profit of 80 ആണെങ്കിൽ at what price did he sell the item to that customer? അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ എടുക്കാം. ഈക്വൽ ടു 25/27. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് 80 ആണ്, അതായത് ഈ 2 എന്ന് പറയുന്നത് 80 ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ 280 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 40 ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് 27 എന്ന് പറയുന്നത് 27 ടൈംസ് 40. This is equal to rupees 1080. Option C ആയിരിക്കും correct. A high-end watch is initially marked up at 50% above its cost price. During a sale, it is offered at a discount of 20% on its marked price. However, a special customer receives an additional discount of Y% on the discounted price, bringing the final selling price to rupees 4320. If the shopkeeper still makes a profit of 8% on the cost price after all discounts, what was the original cost and the value of Y? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് വൈ എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട്, ആ ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാണ് അതും കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ ഒരു വാച്ച് ഇനിഷ്യലി കോസ്റ്റ് പ്രൈസിനേക്കാളും 150% മാർക്ക് ചെയ്തു, അതിനുശേഷം അതിന് 20% ഡിസ്കൗണ്ട് ഒരു സെയിലിന്റെ സമയത്ത് കൊടുത്തു. പക്ഷെ സ്പെഷ്യൽ കസ്റ്റമറിന് അഡീഷണൽ 5% ഡിസ്കൗണ്ട് കൂടെ കിട്ടി. അപ്പൊ അതായത് 4320 റുപ്പീസ് കൊടുത്താൽ മതി. ഇത് ഫൈനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡിസ്കൗണ്ടിന് ശേഷം കോസ്റ്റ് പ്രൈസിനേക്കാളും 8% പ്രോഫിറ്റ് ആണ് ഷോപ്പ് കീപ്പറിന് കിട്ടിയത്. അതായത് 100 പ്ലസ് 8% എന്ന് പറയുന്നതായിരിക്കും 4320. അതിനർത്ഥം ഇതെന്ന് പറയുന്നത് 4 ആണ്. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്ര വരും? 4000 റുപ്പീസ് വരും. കോസ്റ്റ് പ്രൈസിന് നമ്മൾ 100 എന്നെടുത്താണ് ചെയ്യുന്നത്. ഇവിടെ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ 4000. അതുകൊണ്ട് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും 4000 വൈക്കോ 10%. വൈക്ക് ആ 10% കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഇനി അതല്ല നമുക്ക് വൈ അല്ലാതെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം 4000 എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി, അത് 150% കോസ്റ്റ് പ്രൈസിനേക്കാളും മാർക്ക് ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ അത് എത്രയാണ്? 3/2 വരും. നെക്സ്റ്റ് 20% ഡിസ്കൗണ്ട് ആണ്, അതായത് 4/5 വരും. നെക്സ്റ്റ് നമുക്ക് അറിയില്ല, സോ നമ്മൾ അതിനെ 100 മൈനസ് y/100 എന്ന് കൊടുക്കും. അടുത്ത ഡിസ്കൗണ്ട് നമുക്ക് അറിയാത്തത്. സോ ഇത് 4320 റുപ്പീസ് വരും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 10 ആണ്, 0 ക്യാൻസൽ ആയി. സോ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 12 100 മൈനസ് y എന്ന് പറയുന്നത് 90 കിട്ടും. സോ y എന്ന് പറയുന്നത് എത്രയാണ്? 10% ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. A manufacturer marked a product 30% above its cost price. So cost price 100 എന്ന് എടുത്തു, marked price 130. ഒരു ഡിസ്കൗണ്ട് കൊടുത്തു, പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്? 70%. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 117. അപ്പൊ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 130 170 തമ്മിലുള്ള ഡിഫറൻസ് 30. അപ്പൊ 13/130 ടൈംസ് 100 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A television set has a marked price 20,000. അപ്പൊ രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട്സ് കൊടുക്കും, ഫൈനൽ സെല്ലിംഗ് പ്രൈസ് തന്നിട്ട്. സോ മാർക്ഡ് പ്രൈസ് 20,000, ഫസ്റ്റ് ഡിസ്കൗണ്ട് 15%. 15% എന്നാൽ 3/20 അല്ലെ 17/20. നെക്സ്റ്റ് ഡിസ്കൗണ്ട് നമുക്ക് അറിയാം. 100 മൈനസ് y/100 കൊടുത്തു, ഫൈനൽ സെല്ലിംഗ് പ്രൈസ് 15300 കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യുന്നു. 10 0 y is equal to എത്ര പെർസെന്റേജ് കിട്ടും? 10. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു ഗാഡ്ജറ്റ് 50% ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസിൽ വിറ്റു. This sale leads to a profit of 20% on its cost price. If the profit earned is ₹450, what would have been the selling price if the gadget was sold at a 25% discount on its market price? So നമുക്ക് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എന്നുള്ള റേഷ്യോസ് എടുക്കാം. ഫസ്റ്റ് പറയുന്നത് 50% ഡിസ്കൗണ്ട് ആണ്, അതായത് 3/20. 20 ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ 17 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. പിന്നെ പറയുന്നത് 20% കോസ്റ്റ് പ്രൈസിൽ പ്രോഫിറ്റ് ഉണ്ട്, അതായത് 5 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 6 ആയിരിക്കും അതിന്റെ സെല്ലിംഗ് പ്രൈസ്. നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് 17 16 ആണ്. നമുക്ക് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മേളിൽ നമുക്ക്
മൾട്ടിപ്ലൈ വിത്ത് 6 താഴെ നമുക്ക് മൾട്ടിപ്ലൈ വിത്ത് 17 കൊടുക്കുമ്പം കോസ്റ്റ് പ്രൈസ് എത്ര വരും? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 85. ഇവിടെ 102 102 120. സെല്ലിംഗ് പ്രൈസ് ഇവിടെ മാർക്ക് പ്രൈസ്. 450 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം, അതായത് 17 ആണ് 450 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഇഫ് ദ ഗാഡ്ജറ്റ് വാസ് സോൾഡ് at 25% ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450/17. അപ്പോൾ 120 into 450/17 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 120 times 450/17 times 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3/4. സോ ഇത് 30 equal to 450 times 90/17 വരും, is equal to 45 times 9. 5 9s 45, 4050 divided by 17, so 234, 65, 351. then answer കിട്ടി എത്രയാണ്? 2382.35 rupees. കാരണം അത് മാത്രമാണ് 23 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. A vendor purchases 7 shirts at the marked price of 6 shirts. If he sells each shirt after giving a 4% discount on its marked price, what is his profit percentage? അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു 100 rupees മാർക്കറ്റ് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ 7 ഷർട്ട് പർച്ചേസ് ചെയ്തത് 6 ഷർട്ടിന് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ 600 rupees ആയിരിക്കും അല്ലേ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓരോ ഷർട്ടും സെല്ല് ചെയ്ത് 4% ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അത് മൊത്തം 700ന്റെ 96%ലായിരിക്കും 672 rupees ആയിരിക്കും. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 72/600 times 100 ആയിരിക്കും, is equal to 12%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. A furniture store marks its item at 80% above cost price. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 80% above മാർക്ക് ചെയ്തു, അപ്പോൾ 180. ഇതാണ് മാർക്കറ്റ് പ്രൈസ്. They offer a discount of 30% on the market price. ഡിസ്കൗണ്ട് 30%, അതായത് 180യുടെ 30% എന്ന് പറയുമ്പോൾ 54 സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ്, അതായത് 120 കിട്ടും. ഇത്രയും ഡിസ്കൗണ്ട് കിട്ടും മാർക്കറ്റ് പ്രൈസ്. സ്റ്റോർ സ്റ്റിൽ മേക്സ് എ 12% പ്രോഫിറ്റ്, അതായത് 112. അപ്പോൾ അഡീഷണലി കിട്ടുന്ന ലോയൽറ്റി ഡിസ്കൗണ്ട് 250 rupees ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 14 ആണ്. ഈ 14 എന്ന് പറയുന്നതായിരിക്കും 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ഇത് 250/14 times 100. 27250. 12500 divided by 7 വരും. 7 7s are 7 8s 56. 5.7. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. Next question. A fruit vendor sells 15 kg of apples for ₹750, thereby gaining the cost price of 5 kg of apple. So profit percentage. Profit percentage എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗെയിൻ ചെയ്യുന്നത് എത്രയാണ്? 5 kg ആപ്പിളിന്റെ വിലയാണ്. അപ്പോൾ നമ്മൾ 1 എന്ന് എടുക്കുകയാണെങ്കിൽ 5 എന്തായിരിക്കും? 50 times 100 is equal to 1/3 times 100, 33.33%. ഇതല്ല എന്നാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 5 kg ഗെയിൻ ചെയ്യുന്നു, അതായത് 5 CP is equal to 15 SP minus 15 CP. 20 CP is equal to 15 SP, which implies cost price by selling price എന്ന് പറയുന്നത് 15/20 is equal to 3/4. So ഇവിടുന്ന് പ്രോഫിറ്റ് പെർസെൻറ്റേജ് is equal to 1/3 times 100 is equal to 33.33%. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രൊഡക്റ്റ് is sold at a 20% discount on its market price. So market price ഞാൻ 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ
selling price 80 rupees. This transaction results in a profit of 10% known as cost price. അതായത് 10% എന്ന് പറഞ്ഞാൽ 1/10. കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 11. സോ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് 80 ആണ്. സോ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 80/11. If the profit earned is rupees 300, what would have been the selling price if the product was sold at a 30% discount on its marked price? Profit എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡിഫറൻസ് നോക്കാം. കോസ്റ്റ് പ്രൈസ് 80 അല്ല, കോസ്റ്റ് പ്രൈസ് 800. 800/11. സോ ഡിഫറൻസ് വരുമ്പം 80/11. 80/11 എന്ന് പറയുന്നതാണ് 300. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുമ്പം 100 ടൈംസ് 300 into 11/8 equal to 54125 ആണ് മാർക്ക്ഡ് പ്രൈസ് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്ക്ഡ് പ്രൈസിൽ 30% ഡിസ്കൗണ്ട്, അതായത് 70/100 വരും. 2887.5. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. A shopkeeper marked a watch at rupees 800. Marked price 800 rupees ആണ്. He sold it after allowing a 50% discount. Selling price എന്ന് പറയുന്നത് 800ന്റെ 85% ആയി. Is equal to 0 cancels ആയി 680 rupees. Selling price. If his profit on the sale was 20%. Profit എന്ന് പറയുന്നത് 20%. അതായത് കോസ്റ്റ് പ്രൈസ് 5 ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 6 ആണ്. 6 എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് 680 എന്ന് കിട്ടിയത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 680/6 ടൈംസ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 340 23 വരും. ഇസ് ഈക്വൽ ടു 1700/3 566.67. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. A bookseller purchases 5 novels at the marked price of 4 novels from a distributor. If he then sells these novels to customer offering a discount of 5% on the marked price, what is his profit percentage? ഇപ്പൊ ഞാൻ marked price ഒരു നോവലിന്റെ 100 rupees എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? 4 ബുക്കിന്റെ വിലയാണ് വരുന്നത് അല്ലെ? 400. സെല്ലിംഗ് പ്രൈസസ് ഇത് വിറ്റത് 5% ഡിസ്കൗണ്ട് ഓൺ മാർക്ക്ഡ് പ്രൈസ് ആണ്. അതായത് 500ന്റെ 95% വിറ്റത്. ഈക്വൽ ടു 4%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 475, കോസ്റ്റ് പ്രൈസ് 400. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 75/400 ടൈംസ് 100. 75/4 is equal to 18.75% ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A laptop is priced at rupees 40,000. ഒരു കസ്റ്റമറിന് 4000 രൂപ ഡിസ്കൗണ്ട് ലാപ്ടോപ്പിന് കിട്ടും. ഡിസ്കൗണ്ടിന് ശേഷം കസ്റ്റമർ ഒരു 1500 rupeesന് മൗസ് കൂടി വാങ്ങിച്ചു at a 20% discount. What is the total amount the customer spends on both? 40,000 ഒരു 4000 rupees ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ടോട്ടൽ 36,000 ആണ് ലാപ്ടോപ്പിന്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മൗസിന്റെ കാര്യമാണ്. അപ്പൊ മൗസിന് 1500 ആണ്, അത് 20% ഡിസ്കൗണ്ട് ആണ്. അപ്പൊ മൗസിന് വില എത്രയായിരിക്കും? 1500ന്റെ 80% is equal to 1200 rupees ആയിരിക്കും മൗസിന്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്
36,000 കൂടെ 1,200 rupees കൂടെ എടുക്കുമ്പം rupees 37,200 rupees ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. Having initially established the marked price of a particular commodity at a 20% premium over its cost price. Let cost price is 100 rupees ആണെങ്കിൽ marked price എന്ന് പറഞ്ഞാൽ 128. A retailer vendor subsequently extended an unspecified discount. If following this concession, the transaction ultimately yielded a profit of 8% on cost price. So, അതായത് selling price എന്ന് പറയുന്നത് 8% profit എന്ന് പറയുമ്പോൾ 108. So, ചോദിച്ചിരിക്കുന്നത് what was the exact percentage of discount? അപ്പോൾ marked priceഉം selling priceഉം എടുത്ത difference എത്രയാണ്? 12. So, percentage of discount is equal to 12 by 120 times equal to 10. Option B ആയിരിക്കും correct. A furniture establishment initially disposes of a particular dining table for rupees Z, thereby realizing a 25% profit. അപ്പോൾ let Z നെ ഞാൻ 100 rupees 25% profit margin. അപ്പോൾ അതിനർത്ഥം അവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് 100 ആയതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് 80 ആയിരിക്കും, കാരണം 25% പ്രോഫിറ്റ് മാർജിൻ ആണ്. നെക്സ്റ്റ് പറയുന്ന മാർക്ക്ഡ് പ്രൈസ് 1.6 ഇസ് റൈസ് എലവേറ്റ് ചെയ്തു. സോ 1.6 ടൈംസ് 100 എന്ന് പറയുമ്പോൾ rupees 160. അതിനുശേഷം സ്പെഷ്യൽ കൺസെഷൻ ഓഫ് 20% സപ്ലൈ ടു ദ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് പ്രൈസ്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 160യുടെ 80%, 120. Percentage profit. Selling price 128, cost price 80. Difference എന്ന് പറയുന്നത് 48 ആണ്. 48 by 80 times simplify ചെയ്യുമ്പോൾ 6 is equal to 60%. Option D ആയിരിക്കും correct. A software company developed 800 licenses, total amount 40 lakhs. 50 licenses top beta testers അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ബാക്കിയുള്ള ലൈസൻസിൽ അവർ 15% ഡിസ്കൗണ്ട്, ഓരോന്നിനും 6,000 rupees മാർക്കറ്റ് പ്രൈസ് ആണ്, അത് 50% ഡിസ്കൗണ്ട് വെച്ചാണ് ഓഫർ ചെയ്തത് കമ്പനി. അഡീഷണലി ദേ ഗിവ് 1 ലൈസൻസ് ഫ്രീ ഫോർ എവറി 9 ലൈസൻസസ്. അങ്ങനെയെങ്കിൽ 800 ലൈസൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ വാട്ട് ഈസ് ദ കമ്പനീസ് ഓവറോൾ ഗെയിൻ ഓർ ലോസ്? ഇപ്പൊ ടോട്ടൽ നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് 40 lakhs ആണ്. അപ്പം നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6,000 പെർ ലൈസൻസ് ആണ് മാർക്കറ്റ് പ്രൈസ് ടൈംസ് അതിൽ എത്രയാണ് 15% ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ 1 ലൈസൻസ് ഫ്രീ ഫോർ എവറി 9 ലൈസൻസസ്. അത് 1/10 ആയിരിക്കും ഡിസ്കൗണ്ട്. അത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു 54 ടൈംസ് 85 വരും. 4590 rupees ആണ് ഏത് ഒരെണ്ണത്തിന്. അപ്പൊ 800 ലൈസൻസസ് ആണ് കൊടുക്കുന്നത്. സോ ടോട്ടൽ 4590 ടൈംസ് 800 ഈക്വൽ ടു 000. സോറി, ഇവിടെ 800 അല്ലല്ലോ. 800 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം 50 ലൈസൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി 750 ടോട്ടൽ എമൗണ്ട് 4590 വരും. സോ ഇത് ടോട്ടൽ വരുമ്പം 0.04597 34,425 ഇത്രയും റുപ്പീസ് ആയിരിക്കും ടോട്ടൽ. സോ ഓവറോൾ ലോസ് ആണോ ഗെയിൻ ആണോ? കാരണം ഇവിടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. അപ്പോൾ ഓവറോൾ ലോസ് ആയിരിക്കും. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു minus 3442500 by 200. So നമ്മൾ ഈ 4 ലാഖിൽ നിന്നും 40 ലാഖിൽ നിന്നും മൈനസ് 3442500
557,500 by 4,000 is equal to 5575 divided by 400. Inside 1, 400, 157 വരും 3.93%. So profit ആണ് ബാക്കി മൂന്നെണ്ണം, ലോസ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ ആൻസർ 13.94% ലോസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. A person invested in two items. ഒന്നില് 10% പ്രോഫിറ്റ്, മറ്റേതിൽ 5%. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ₹5,000 ആണ്. നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ₹100 പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പൊ ഒന്നില് +10%, ഒന്നില് -5%. ഒന്ന് ലോസ് ആണ്, ഒന്ന് പ്രോഫിറ്റ് ആണെന്ന് പറയും. അപ്പൊ നമുക്കിവിടെ ഈ 10% സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 50% -5%. ഇവിടെ -5% തന്നിരിക്കട്ടെ. ഇവിടെ രണ്ടിടത്തും ഒരു -5% അല്ലെ. ബോത്ത് ഹാവ് -5% ലോസ്. രണ്ടിനും ഒരു 5% ലോസ് ഉണ്ട്. അതായത് ഞാൻ 10% 15 - 5 എന്ന് കൊടുക്കും. അപ്പൊ രണ്ടിലും ഒരു -5% ലോസ്. അപ്പം 5% ലോസ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമേ നമുക്ക് 5,000ന്റെ ആ 5% ലോസ് എത്രയാണെന്ന് നോക്കാം. ഇസ് ഈക്വൽ ടു -250. മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോസ് ആയതുകൊണ്ടാണ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പൊ -250 എന്ന് പറഞ്ഞാൽ അത്രയും ലോസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് നെറ്റ് റിസൾട്ട് ₹100 പ്രോഫിറ്റ് ആണ്. അപ്പം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് വേണ്ട ആൻസർ 100 ആണ് അല്ലെ. 100 മൈനസ് -250 എന്ന് പറയുന്നത് 350 പ്ലസ് 350. പ്ലസ് 350 ആണ് നമുക്ക് വരേണ്ടത്. അതായത് പ്രോഫിറ്റ് 10-15% ആണല്ലോ. അപ്പൊ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എക്സ് എന്ന് കൊടുത്താൽ എക്സിന്റെ 15% എന്ന് പറയുന്നത് നമുക്ക് 350 എന്ന് കിട്ടും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് 7,000 by 3 വരും. is equal to 2333.3. ഓപ്ഷൻ എ ആയിരിക്കും. ഒന്നുകൂടെ മനസ്സിലാക്കുക. 10% അതുപോലെ -5%. ഒന്ന് പ്രോഫിറ്റ് ആണ്, ഒന്ന് ലോസ് ആണ്. പ്രോഫിറ്റ് നമുക്ക് 15 -5% കൊടുക്കാം, മറ്റേത് -5 തന്നെ. അപ്പൊ രണ്ടിലും -5 എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് അല്ലെ. -5 എന്ന് പറഞ്ഞാൽ 5% ലോസ് ഉണ്ട് രണ്ടിൽ. അപ്പൊ 5,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 5% ലോസ് കണ്ടുപിടിച്ചപ്പോ -250. നമുക്കൊരു നെറ്റ് കിട്ടേണ്ടത് ₹100 പ്രോഫിറ്റ് ആണ്. ഇവിടെ നമുക്ക് 5% ലോസിൽ കിട്ടിയത് -250 ആണ്. അപ്പൊ 100 ആവണമെങ്കിൽ അതിനോടുകൂടി 350 ആഡ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ആ 350 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടായ ആ 15% പ്രോഫിറ്റിന്റെ ഭാഗമാണ് 350 എന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. എക്സിന്റെ വാല്യൂ 2333.33 rupees ആയിരിക്കും. An electronics dealer marks an item 60% above cost. അപ്പൊ കോസ്റ്റ് പ്രൈസിന് ഞാനൊരു 100x എന്ന് കൊടുത്തു, മാർക്ക്ഡ് പ്രൈസിന് 160x എന്ന്. കാരണം 60% കൂടുതലാണ്. Offers a festival discount of 25%. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 25%, 3/4 of 160x വരും. is equal to 120. അതിന്റെ കൂടെ പ്ലസ് എ ക്യാഷ് ബാക്ക് ഓഫ് ₹300 on the final sale price. ഫൈനൽ സെല്ലിംഗ് പ്രൈസിനേക്കാളും ₹300 ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത്രയും രൂപ കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് if he still makes 100%, 10% പ്രോഫിറ്റ്. അതായത് 100x-നേക്കാളും 10% പ്രോഫിറ്റ് ആണ് 11/5. ഈ രണ്ട് സെല്ലിംഗ് പ്രൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതും ക്യാൻസൽ ചെയ്യുമ്പം 120x minus 300 is equal to 110x. 10x equal to 300. x equal to എത്ര വരും? നമുക്ക് 10x 300 കിട്ടി. നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ തന്നെ കിട്ടും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100x ആണ്. അപ്പൊ രണ്ടിടത്തും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? ₹3,000 കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A person bought a cycle at a discount of 20% on the market. So cost price എന്ന് പറയുന്നത് 80/100 of market price ആണ്. അതായത് 4/5 market price.
400 രൂപ റിപ്പേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, അതായത് 4/5 MB പ്ലസ് 400. അതിനുശേഷം അത് 25% ഗെയിൻ കിട്ടി, 4800 റുപ്പീസിന് അത് വിറ്റ്. സോ ഇതിന്റെ 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5/4 ഈസ് ഈക്വൽ ടു 4800. So left side 4/5 MB plus 400 is equal to 3840. 4/5 M is equal to 3440. The price is equal to 3440 times 5/4 equal to 4300. Options D ആയിരിക്കും correct. An electronic store orders 150 portable speakers at a cost of rupees 400 each. The owner plans to price them so that selling only 120 speakers. 120 speakers വിൽക്കുമ്പോൾ guarantee 40% profit on total investment. അതായത് 140% ആയിരിക്കും selling price വരുന്നത്. However, a local event leads to the sale of 135 speakers. If the remaining speakers have no resale value, calculate the store's actual profit percentage on the total investment. നമുക്കറിയാം എത്രയാണ് 135 സ്പീക്കേഴ്സ് അല്ലെ, അതായത് 15. 120 സ്പീക്കേഴ്സിന് നമ്മൾ 140% ആണ് സെല്ലിംഗ് പ്രൈസ് വരും. 135 സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 50 സ്പീക്കേഴ്സ് കൂടുതലാണ്. സോ ഇത് എത്രയാണ്, ഡിവൈഡ് ബൈ 8 ആയിരിക്കും. ഇവിടെ അപ്പോൾ ഡിവൈഡ് ബൈ 8 ചെയ്യാം. 70/4 35/2, അതായത് 17.5%. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 135 സ്പീക്കേഴ്സ്, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 157.5%. എത്രയായിരിക്കും പ്രോഫിറ്റ്, ആക്ച്വൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 57.5%. ഓപ്ഷൻ ഡി ആയിരിക്കും. ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി വേറെ മെത്തേഡ് നോക്കാം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 150 ആണ്. 400 റുപ്പീസ് കിട്ടും, റുപ്പീസ് 60,000 കിട്ടും. റിക്വയർഡ് റവന്യൂ ഇതിന്റെ 140% ഈക്വൽ ടു 84,000 ആയിരിക്കും. സോ 84,000 എന്ന് പറഞ്ഞാൽ ഫോർ വണ്ണിന് എന്തായിരിക്കും, ഫോർ വൺ സ്പീക്കറിന് 84,000 by 120 is equal to 700 ആയിരിക്കും. So selling 135 speakers. 135 speakers is equal to 135 times 700 എന്ന് പറഞ്ഞാൽ 94,500 റുപ്പീസ് കിട്ടും. നമുക്കിവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇതിന്റെ 94,500 എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 34,500 by 60,000 times 100 വരും. ഇത് ക്യാൻസൽ ചെയ്തു. ഈക്വൽ ടു 57.5%. ഇങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. സ്റ്റോർ അനൗൺസസ് എ ഫെസ്റ്റീവ് ഡേ, അതായത് 10,000 റുപ്പീസിന് മേലുള്ള പർച്ചേസസിന് 30% ഓഫും, അതുപോലെ തന്നെ 15,000 ആണ് അതിന്റെ ടോട്ടൽ ഡിസ്കൗണ്ട്. 15,000-നേക്കാളും കൂടുതലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് 1,000 റുപ്പീസിന്റെ ഓഫ് പോകും. ഒരു കസ്റ്റമർ 25,000-ന്റെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം എത്ര രൂപയാണ് കസ്റ്റമർ ഫൈനലി പേ ചെയ്യേണ്ടത്, അതായത് ഡിസ്കൗണ്ടിന് ശേഷം എത്രയായിരിക്കും പേ ചെയ്യേണ്ടത്? അപ്പം 25,000 എന്ന് പറയുമ്പോൾ 10,000-ന് മേലാണെങ്കിൽ 30% ഓഫ് ഉണ്ടാവും, 25,000-നും അതുണ്ടാവും. അപ്പൊ 25,000-ന്റെ 30% അല്ലെങ്കിൽ 25,000-ന്റെ 70% എന്ന് പറഞ്ഞാൽ അത്രയും രൂപയായിരിക്കും കസ്റ്റമറിന് കൊടുക്കേണ്ടി വരുന്നത്, അതായത് 17,500. ഇതിന്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര, 25,000-ന്റെ 30% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് 15,000-നേക്കാളും എക്സീഡ് ആയതുകൊണ്ട് തന്നെ ഒരു 1,000 റുപ്പീസിന്റെ കൂടെ ഡിസ്കൗണ്ട് വരും. അപ്പൊ കസ്റ്റമർ പേ ചെയ്യേണ്ടത് amount paid by customer കാരണം ആൻസറിൽ 17,500 ഉണ്ട്.
ഇതിൽ നിന്നും 1000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ₹16,500 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു ഐറ്റത്തിന്റെ സെല്ലിംഗ് പ്രൈസ് 25% ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് 20% to 30% ഇൻക്രീസ് ചെയ്യും. വാട്ട് ഇസ് എ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ്? കോസ്റ്റ് പ്രൈസ് ഞാൻ 100 എന്ന്. ആദ്യം സെല്ലിംഗ് പ്രൈസ് 20% പ്രോഫിറ്റ് എന്നല്ല 120 ആണ്. അതിനുശേഷം ഇൻക്രീസ്ഡ് ബൈ 25% എന്ന് പറയുമ്പോൾ 120യുടെ 5/4 അതായത് 150 ആവും സെല്ലിംഗ് പ്രൈസ്. ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. അപ്പൊ അതായത് കോസ്റ്റ് പ്രൈസിന് ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തവണ അത് 30% ഇൻക്രീസ് ആണ് അല്ലെ. അപ്പൊ അത് 10 ആണെങ്കിൽ 13 ആയിരിക്കും 150 എന്ന് പറയുന്നത്. സോ 10 എത്രയായിരിക്കും? 1500/13. കണ്ടുപിടിക്കുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് പ്രൈസ് ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ 200/13 divided by 100 times is equal to 13,1 1565 15.38% ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. A combo offer says buy 2 shirts at ₹1,200 each, get a third shirt free. What is the effective price per shirt? അപ്പം 2 ഷർട്ട്സിന്റെ വില കോസ്റ്റ് ഓഫ് 2 ഷർട്ട്സ് 2,400 ആയിരിക്കും. So what is the effective price per shirt? അപ്പോൾ 3 ഷർട്ട്സിന് 3 ഷർട്ട്സ് അതായത് 2 ഷർട്ട്സ് പ്ലസ് 1 ഫ്രീ. ഇതിന്റെ വില 2,400 ആണ്. അങ്ങനെയെങ്കിൽ എഫക്റ്റീവ് പ്രൈസ് പെർ ഷർട്ട് എന്ന് പറയുന്നത് 2,400 divided by 3 ₹800 ആയി. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A dealer sells a package of cookies at ₹120 after giving a 25% discount on marked price selling. So marked price 25% discount എന്ന് പറഞ്ഞാൽ 4 3. So 3 എന്ന് പറയുന്നത് 120 ആകുമ്പോൾ 4 എന്ന് പറയുന്നത് 160. So marked price 160. പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കുന്നത് 20% ആണ്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 5 ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 6 ആയിരിക്കും. നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടിയ 120. സോ ഇത് എത്രയായിരിക്കും? ടൈംസ് 20 100 ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഒരു ഷോപ്പ് കീപ്പർ ഒരു ഫെസ്റ്റിവൽ ഡീല് കൊടുക്കും. അതായത് 1000 rupees മേലുള്ള എല്ലാ പർച്ചേസസിനും 150 rupees ഓഫ്. What is the effective discount percentage if buyer purchases an item marked ₹1,002? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. എത്ര ഡിസ്കൗണ്ട്? 150 by marked price 1,200 times 100 is equal to 12.5. ഇതൊരു മെത്തേഡ്. ഇനി അതല്ലെന്നാണെങ്കിൽ 1,200 മാർക്ക് പ്രൈസ് ടൈംസ് 100 മൈനസ് ഡി ബൈ 100 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 1,200 150 rupees ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള പൈസ, അതായത് 1,050. സോൾവ് ചെയ്യുമ്പം 3 4 3 200 minus 2d is equal to 175. Dയുടെ വാല്യൂ 12.5%. രണ്ട് രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A shopkeeper advertises buy 4 books and get the fifth at 50% discount. If the marked price of each book is ₹480 and all books are priced the same, what is the effective percentage discount the customer receives on the total purchase? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിപ്പോൾ ഞാൻ ഒരു ബുക്കിന്റെ മാർക്കറ്റ് പ്രൈസ് 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 5 ബുക്കിനാകുമ്പോൾ 500 rupees. അപ്പോൾ ഒരു 5th ബുക്ക് 50% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 100 രൂപയുടെ എന്ന് പറയുമ്പോൾ അതിന് മാത്രം 50 rupees ആയിരിക്കും. അപ്പോൾ 400 + 50 എത്ര വരും? 450 വരും. Okay. So effective
ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50/500 ടൈംസ് 100 ആയിരിക്കും, ഈക്വൽ ടു 10%. ഇതായിരിക്കും ഒരു മെത്തേഡ്. ഇനി വേറെ മെത്തേഡ് എന്ന് പറയുന്നത് 10% ആണ് ആൻസർ. ടോട്ടൽ കോസ്റ്റ് ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വില പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. 480 rupees ആണ് ഒരു ബുക്കിന്റെ മാർക്ക് പ്രൈസ്. അപ്പം ടോട്ടൽ കോസ്റ്റ് 5 ബുക്സിന്റെ വില 5 ടൈംസ് 480 എന്ന് പറയുന്നത് 2400 rupees ആണ്. 4 ബുക്സിൻ്റെതാകുമ്പോൾ 4 ടൈംസ് 480 1920. ഫിഫ്ത്ത് ബുക്ക് എന്ന് പറയുന്നത് 50% ഡിസ്കൗണ്ട് ആണ്. അപ്പൊ അതായത് ഇത് 1920യുടെ കൂടെ ഫിഫ്ത്ത് ബുക്ക് എന്ന് 480യുടെ പകുതി 240 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ₹2160 സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇവിടെ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അല്ലെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2400 2160. 240 വരും. 240/2400 ടൈംസ് എത്ര വരും? 100. ഈക്വൽ ടു എത്രയാണ്? 10%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഒരു ഷോപ്പ് കീപ്പർ 2 ഷർട്ട് സെല് ചെയ്തു 500 rupees ഈച്ച്. ഒരു ഷർട്ടിന് 25% ഗെയിൻ കിട്ടി, മറ്റേ ഷർട്ടിന് 25% ലോസ് ആണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ നെറ്റ് ഗെയിൻ ഓർ ലോസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇപ്പൊ 25% എന്ന് പറയുമ്പോൾ 25% 25/100 അതായത് 1/4. ഫസ്റ്റ് ഷർട്ടിന് 4 rupees കോസ്റ്റ് പ്രൈസ്, അത് ഗെയിൻ ആയതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസ് 5. രണ്ടാമത്തേന് 4-നാണ് വിറ്റതെങ്കിൽ 3 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്, കാരണം അത് ലോസ് 25%. ഇപ്പൊ രണ്ടിന്റെ ഷർട്ട്സിന്റെ അതായത് സെല്ല് ചെയ്ത എമൗണ്ട് 500 ഈച്ച് അല്ലെ. ഇപ്പൊ രണ്ട് എമൗണ്ട് സെയിം ആയതുകൊണ്ട് നമ്മൾ സെയിം ആക്കാൻ വേണ്ടി മേളത്തേതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴത്തേനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഇവിടെ 12, സെല്ലിംഗ് പ്രൈസ് 15 കിട്ടും. ഇവിടെ കോസ്റ്റ് പ്രൈസ് 20, സെല്ലിംഗ് പ്രൈസ് 15 കിട്ടും. സോ ഇവിടെ കോസ്റ്റ് പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ 32, സെല്ലിംഗ് പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ 30. ഡിഫറൻസ് എത്രയാണ്? 2. നമുക്ക് തന്നിരിക്കുന്നത് 2 ഷർട്ട് 500 ഈച്ച് ആണ്. അതായത് ഷോപ്പ് കീപ്പർ 30 എന്ന് പറയുന്നത് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? 1000. കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഗെയിൻ ഓർ ലോസ്, അതായത് 2 എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ 1000/30 equal to times is equal to 200/3 66.67 എന്ന് കിട്ടും. ഇത് ഗെയിൻ ആണോ ലോസ് ആണോ? കോസ്റ്റ് പ്രൈസ് 32, സെല്ലിംഗ് പ്രൈസ് 30 ആണ്. സോ ഇത് എന്തായിരിക്കും? ലോസ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. Due to an error, a shopkeeper increases the selling price of a ₹500 item by 10% instead of decreasing it by 10%. What is the percentage increase in the price due to the error? അതായത് 500 രൂപ വിലയുള്ള, അതായത് സെല്ലിംഗ് പ്രൈസ് 10%, അതായത് 10% കുറയുന്നതിന് പകരം 10% കൂട്ടിയാണ് സെല്ലിംഗ് പ്രൈസ് ഒരു എറർ സംഭവിച്ചു ഇൻക്രീസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ എറർ മൂലം ഉണ്ടായ പ്രൈസിലുണ്ടായ ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇപ്പം 500 rupees സെല്ലിംഗ് പ്രൈസ്, അപ്പൊ അത് 10% കൂട്ടുക എന്ന് പറഞ്ഞാൽ 510/100, അതായത് 50 കൂടിയെന്ന് 550. ശരിക്കും അത് കുറയുവാണ് ചെയ്യേണ്ടത്. 10% എന്ന് പറയുമ്പോൾ എത്ര വരേണ്ടത്? ശരിക്കും 450 ആണ് വരേണ്ടത്, പക്ഷെ 550 ആണ്. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിഫറൻസ് എത്രയാണ്? 100/450 ടൈംസ് 100. ഒരിക്കലും 550 വെച്ചല്ല, കാരണം ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിച്ചത്. 450 550. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ 450 ആയിരിക്കും കൊടുക്കേണ്ടത്. ഇത് 5259, അതായത് 200/9 is equal to 22.22%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A trader marks his goods 40% above the cost price. കോസ്റ്റ് പ്രൈസ് ഞാൻ 100 എടുത്തു, മാർക്ക്ഡ് പ്രൈസ് അപ്പോൾ എത്ര വരും? 140. ഡിസ്കൗണ്ട് 25%. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 140യുടെ 3/4, 35 ടൈംസ് 3 വരുമ്പോൾ 105. അപ്പൊ ഗെയിൻ, അതായത് കോസ്റ്റ് പ്രൈസ് 100, സെല്ലിംഗ് പ്രൈസ് 105, അതായത് 5 എന്ന് പറയുന്നതാണ് 75. സോ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 75/5 ടൈംസ് 100 is equal to ₹1500. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. A store offers a 25% off discount but charges 5% VAT on the discounted price.
If the marked price is 1,600 rupees, what is the final amount? അപ്പോൾ 1,600 25% off എന്ന് പറയുമ്പോൾ 1/4 off ആണ്. So 3/4 കിട്ടും. 5% 1/20 ആണ്. അത്രയും വാറ്റ് ചാർജ് ചെയ്യും അല്ലെ, ഒരു ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണ്? 21/20 അല്ലെങ്കിൽ 105/100. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈനൽ എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 80, so 20 times 3 times 21, 60 times 21 എന്ന് പറയുന്ന rupees 1,260. അപ്പോൾ 1,200 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഫൈനൽ എമൗണ്ട് കൊടുക്കുന്നത് 1,260 രൂപയായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കണം, വാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആഡഡ് ആണ്, ടാക്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, തന്നിരിക്കുന്ന വാല്യൂവിൽ കുറഞ്ഞുള്ള വാല്യൂ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട CGI 2025 ടയർ 1 ചോദിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ആദ്യമേ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് കോൺസെപ്റ്റ്സുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അത് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. പല പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്, പല മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഇനി ഒരു അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിനെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.